പേരിൽ മാത്രം സ്മാർട്ടായ കേരളത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് പറയാം. അതാണ് സ്മാർട്ട് ടോയ്ലറ്റ് പദ്ധതി. ഒരു സ്മാർട്ട് ടോയ്ലറ്റ് പദ്ധതി നിർമ്മിക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങളാണ് ചിലപ്പോഴെങ്കിലും ചെലവഴിക്കേണ്ടി വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരാൾ പോലും സ്മാർട്ട് ടോയ്ലറ്റ് എന്ന് പറയുന്ന ഈ പദ്ധതി ഉപയോഗിക്കാത്തത്? അനവധി ഉത്തരങ്ങളാണ് നമ്മളെ തേടി വരുന്നത്. ഉത്തരങ്ങളിലേക്ക് ചേട്ടാ, ഈ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് സ്മാർട്ട് ടോയ്ലറ്റ് എന്ന് പറയുന്ന പദ്ധതി എല്ലാ ജില്ലകളും കൊണ്ടുവന്നിട്ടുള്ളത്. അതെ, പക്ഷെ അത് യഥാർത്ഥത്തിൽ അത് സ്മാർട്ട് ആണോ? ഒരിക്കലല്ല. വെറും പേരിൽ മാത്രമേ ഉള്ളൂ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ. കുറെ ആൾക്കാർ ഇവിടെ എല്ലാ ദിവസവും മ്യൂസിയവും മൃഗശാലയും ഇതെല്ലാം കാണാൻ വരുന്നുണ്ട്. പലർക്കും അവരെ പല ബുദ്ധിമുട്ടുകളുണ്ട്. വരുമ്പോൾ ഇപ്പൊ രാവിലെ ആയിരിക്കും ദൂരത്ത് എത്തുന്നത്. അവരെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. വെറുതെ കുറെ പൈസ ചെലവാക്കി സ്മാർട്ട് ടോയ്ലറ്റ് എന്ന പേരിൽ ആർക്കും ഒരു ഉപയോഗമില്ല. അതെ, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് സാധാരണക്കാരന് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. അതൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതില് ഒരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടന്റെ ഭാഗത്ത് ഒരു ഐഡിയ അല്ല, മീൻസ് ഇതിലെ ഒരു സ്മാർട്ട് ടോയ്ലറ്റ് എല്ലാവരും ഉപയോഗിക്കാൻ അങ്ങനെ ഒരു മാറ്റം വരണമെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അത് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അത് ഉപയോഗിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ക്ലാസ്സോ ഡെമോ അങ്ങനെ എന്തെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വിജയിക്കാം. ഈ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് എല്ലാ ജില്ലകളും സ്മാർട്ട് ടോയ്ലറ്റ് എന്ന് പറയുന്ന പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. പലപ്പോഴും ഈ ജില്ലയിലൊക്കെ വരുന്നവർക്ക് ഈ ബാത്റൂം സൗകര്യം വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പ്രത്യേകിച്ചും മ്യൂസിയം പോലുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ വരുന്നവർക്ക് പലപ്പോഴും പല ഹോട്ടലുകളൊക്കെ ആശ്രയിക്കേണ്ട ഗതികേട്ടിലാണ്. എന്തുകൊണ്ടായിരിക്കും ഈ സ്മാർട്ട് ടോയ്ലറ്റ് എന്ന് പറയുന്ന പദ്ധതി ആരും തിരിഞ്ഞു നോക്കാത്തത്? ചിലപ്പോൾ പ്രൈവസി ആയതുകൊണ്ടായിരിക്കാം. പ്രൈവസി എന്തെങ്കിലും പ്രൈവസി ഭയന്നായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഒരു ഭയമുണ്ടോ ഈ സ്മാർട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഭയം ഉള്ളതുപോലെ തോന്നുന്നുണ്ടോ? ഒരു പ്രൈവസിന് എല്ലാവർക്കും ഒരു ഭയം കാണും, പ്രത്യേകിച്ച് ലേഡീസിന് കാണും. ഇപ്പൊ ജെന്റ്സിന് പിന്നെ ചിലപ്പോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അത്ര കാര്യമാകത്തില്ല. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവസി കാണും. ഇപ്പോഴത്തെ ഇത് അതിപ്പോ ഇങ്ങനെ പബ്ലിക് ടോയ്ലറ്റ് അല്ല, അല്ലാതെ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ടോയ്ലറ്റ് ആ ഒരു പേടിയുണ്ട് നിലവിൽ. യഥാർത്ഥത്തിൽ ഇത് ഉപയോഗിക്കേണ്ട രീതി ഒരു ബോധവൽക്കരണം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും ചിലർ ഇത് ഉപയോഗിക്കാത്തത്. ചിലത് അറിയുന്നില്ല, അറിയാത്തവരുണ്ട്, ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട്. ശരി, ഓക്കെ. പദ്ധതി ലക്ഷങ്ങൾ ചെലവിട്ടിട്ടാണ് നടത്തപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആരും ഈ സ്മാർട്ട് ടോയ്ലറ്റുകൾ ഉപയോഗിക്കാത്തത്? എന്ന് പറഞ്ഞാൽ ഇത് നടപ്പിലാക്കുന്ന സമയത്ത് വൃത്തിയുണ്ടെങ്കിലും അതിനുശേഷം ഇത് വൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിന്റെ ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് ഇതിന്റെ അകത്ത് കയറാൻ പോലും പേടിയാവുന്നത്. ഒരു പക്ഷേ അതാകാം. മുന്നേ എവിടെയെങ്കിലും സ്മാർട്ട് ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ്? ശബരിമലയിൽ ഇത് ആദ്യം കൊണ്ടുവന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് സ്മാർട്ട് ആണോ? അവിടെ സ്മാർട്ട് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ എവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇത് സ്മാർട്ട് ടോയ്ലറ്റ് എല്ലാവരും ഉപയോഗിക്കണമെങ്കിൽ എന്തായിരിക്കും അതിനൊരു പോംവഴി? എന്തായിരിക്കും എല്ലാവരും ഇങ്ങനെ ഒരു കാരണം പലപ്പോഴും ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ബാത്റൂമിന് വേണ്ടി ഓടി നടക്കേണ്ട ഒരു സമയം വഴി വന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങൾക്കടക്കം കുട്ടികൾക്കടക്കം. അപ്പോൾ ഇത് ഉപയോഗിക്കണമെങ്കിൽ ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും? എന്താണ് വേണ്ടത്? ഉപയോഗിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലീനിങ് ഇത് നടത്തണം. അതോടൊപ്പം തന്നെ ഇതെന്താണ് ഇതിന്റെ പദ്ധതി, ഇതിനെക്കുറിച്ച് ആൾക്കാർക്ക് കുറച്ചുകൂടെ ബോധവൽക്കരണം നൽകേണ്ടതായിട്ട്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടുവല്ലോ. പലരുടെയും സംശയം എന്ന് പറയുന്നത് ഭയം തന്നെയാണ്. ഭയം എന്ന വാക്ക് മാറ്റിയാൽ മാത്രമേ ഇതുപോലുള്ള സ്മാർട്ട് ടോയ്ലറ്റ് പദ്ധതികൾ വിജയിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് കയറേണ്ടതെന്നും കയറിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് അകപ്പെടില്ല എന്നും ഏത് രീതിയിലാണ് വെളിയിലേക്ക് ഇറങ്ങേണ്ടത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ബോധവൽക്കരണങ്ങളിലൂടെ ഓരോ ഉത്തരങ്ങൾ നൽകിയാൽ മാത്രം മതി. തീർച്ചയായും ഭയം മാറിയാൽ ഇതുപോലുള്ള വികസനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും.